മാളികക്കടവ് കോട്ടയം റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർക്ക് വിദ്യാർത്ഥിനിയുടെ നേതൃത്വത്തിൽ ക്രൂരമർദ്ദനമെന്ന് ആരോപണം. കണ്ടക്ടറായ പ്രദീപിനാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് സംഭവം നടന്നത്. കണ്ടക്ടറെ ചിലർ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ബസ്സിൽ കയറി വിദ്യാർത്ഥിനിക്ക് ST നൽകാത്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് കണ്ടക്ടർക്ക് മർദ്ദനമേറ്റത്. യൂണിഫോം, ID കാർഡ്, കൺസെഷൻ കാർഡ്, ബാഗ് തുടങ്ങിയവയൊന്നുമില്ലാതെയാണ് വിദ്യാർത്ഥിനി ബസ്സിൽ കയറി ST ടിക്കറ്റ് ആവശ്യപ്പെട്ടതെന്ന് കണ്ടക്ടർ പറയുന്നു. ST കൊടുക്കാത്തത് ചോദ്യം ചെയ്തതോടെ പെൺകുട്ടി സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കൂട്ടി വന്ന് ബസ്സിൻ്റെ മടക്കയാത്ര തടഞ്ഞ് കണ്ടക്ടറെ മർദ്ദിക്കുകയായിരുന്നു. ST ടിക്കറ്റാണെന്ന് പറഞ്ഞ് പെൺകുട്ടി 2 രൂപ നൽകി. ID കാർഡ് ചോദിച്ചപ്പോൾ കിട്ടിയില്ലെന്ന് പറഞ്ഞു. യൂണിഫോമും ധരിച്ചിരുന്നില്ല. നാളെ മുതൽ ഇത് അനുവദിക്കാനാവില്ലെന്ന് പറഞ്ഞു. തുടർന്ന് പെൺകുട്ടി സ്റ്റോപ്പിലിറങ്ങിപ്പോയി, പ്രദീപ് പറഞ്ഞു. അതേസമയം മറുവശത്ത് വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കേണ്ട കൺസെഷൻ നിരക്ക് കാറ്റിൽ പറത്തി ബസ് ജീവനക്കാർ അധിക തുക ഈടാക്കുന്നതായും പരാതി ലഭിച്ചിട്ടുണ്ട്. 1-2 രൂപ വാങ്ങേണ്ടിടത്ത് 5 രൂപയാണ് വാങ്ങുന്നത്. ചോദ്യം ചെയ്താൽ തെറിവിളിയും അധിക്ഷേപവും. സംഘർഷം ഒഴിവാക്കാനും മാനം രക്ഷിക്കാനും വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും ചോദിക്കുന്ന പണം കൊടുത്ത് പോകേണ്ട സ്ഥിതിയിലാണിപ്പോൾ. പരാതി വ്യാപകമായതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് മലപ്പുറം ജില്ലയിൽ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി നടപടികൾ സ്വീകരിച്ചിരുന്നു. എങ്കിലും പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായിട്ടില്ല. ചെറിയ തുകയുടെ കാര്യമായതിനാൽ കുട്ടികൾ പ്രതികരിക്കാത്തതും ബസ്സുകാർ തോന്നും പോലെ നിരക്ക് വാങ്ങാനിടയാക്കുന്നതായി വിദ്യാർത്ഥി സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദൂരവും അവിടേക്കുള്ള യാത്രാ നിരക്കും അതിൽ വിദ്യാർത്ഥികളുടെ നിരക്കും അടങ്ങുന്ന പട്ടിക വാഹനവകുപ്പ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്.